സർ, ആറ്റുകാൽ പൊങ്കാലയാണ്. ഈ പൊങ്കാലയ്ക്ക് ആരും ആഗ്രഹിക്കാത്ത, ആരും ചെയ്യണമെന്ന് ചിന്തിക്കാത്തൊരു കാര്യമാണ് സഹാവ് ശോഭന ജോർജ് ചെയ്തിരിക്കുന്നത്. അവർ പൊങ്കാല ഇടാൻ വന്നു ആറ്റുകാൽ അമ്മയുടെ നടയിൽ. എന്തിനാണ് പൊങ്കാല ഇടുന്നത്? ഓരോരുത്തരും ഓരോ ആവശ്യങ്ങൾ പറഞ്ഞാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേർച്ചയുടെ ഭാഗമായിട്ടൊക്കെയാണ്, സാഫല്യത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് പൊങ്കാല അർപ്പിക്കുന്നത്. അപ്പോൾ ശോഭന ജോർജിനോട് എന്തിനാണ് പൊങ്കാല എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് പിണറായി വിജയൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ് പൊങ്കാല ഇടുന്നതെന്ന്. ഇതിനെതിരെ ഒരുപാട് ട്രോളുകൾ അവർക്ക് എതിരെ വരുന്നുണ്ട്. കാരണം ഇന്ന് വരെ ആരും ആഗ്രഹിക്കാത്ത ഒരു കാര്യം നിങ്ങൾ ചെയ്ത മാസ് കാണിച്ചിരിക്കുകയാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ നിങ്ങൾ ഈ പൊങ്കാല ഇടുന്നതിനെതിരായിട്ട് പൊങ്കാല ഇടുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ട്രോളുകളും കമൻറ്റുകളും. എന്തായിരിക്കും ശോഭന ഇനി തുടർഭരണം ഉണ്ടാകുമ്പോൾ വല്ല മന്ത്രിപദവും ആഗ്രഹിക്കുന്നുണ്ടാകുമോ? ഇല്ല, ശോഭനയുടെ സ്വാർത്ഥ മോഹം രാഷ്ട്രീയത്തിൽ എന്താണെന്ന് അവരാണ് പറയേണ്ടത്. പക്ഷേ ശോഭന ഹിന്ദു ദൈവങ്ങളിൽ പണ്ടേ ഒരു വിശ്വാസിയാണ്. ശോഭന കൂടെ മൂകാംബികയിൽ പോകുന്ന ഭക്തയാണ്, മൂകാംബിക ഭക്തയാണ്. ശോഭന ആ കാര്യം എന്നെ പോലുള്ള പത്രപ്രവർത്തകരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ശോഭന മൂകാംബികയിലേക്ക് പോകുന്ന വഴിക്ക് ഫോണിൽ വിളിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഭക്തയാണ് ശോഭന. അവർ പൊങ്കാല ഇടാൻ പോയതിൽ ഒട്ടും അത്ഭുതമില്ല. പൊങ്കാല ഇടുന്നതിലുള്ള അവരുടെ മുഖ്യമായ പ്രാർത്ഥനയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. അത് അവിശ്വാസിയും നാസ്തികനുമായ CPM നേതാവ്, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പാർട്ടിയിലുള്ളവരും ആ പാർട്ടിയുടെ അനുഭാവികളും അതിൽ പുറത്തു നിൽക്കുന്നവരും അതിൻ്റെ ശത്രുക്കളും ഒരുപോലെ നെറ്റിച്ചുളിക്കും. അപ്പോൾ ശോഭന ആറ്റുകാൽ പൊങ്കാല ഇടാനായിട്ട് ഇന്ന് അവിടെ എത്തിയതും ആറ്റുകാൽ പൊങ്കാലയുടെ തൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം കേരള മുഖ്യമന്ത്രിയുടെ ആയുരാരോഗ്യമാണ് എന്നതും കൗതുകകരമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും രാഷ്ട്രീയമാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഏതായാലും അതൊരു ഇപ്പോൾ അനേകം ട്രോൾ വന്നതോടുകൂടി അത് പൊതുജനങ്ങൾക്കിടയിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ശോഭന ജോർജ് ഇടതുമുന്നണിയിലേക്ക് പോകാനിടയായ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അവർ പ്രമുഖയായ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. കെ കരുണാകരൻ്റെ ഉറ്റ അനുയായിയായിരുന്നു. അപ്പോൾ അങ്ങനെ കോൺഗ്രസ്സിലൂടെ MLA ആകുകയും യൂത്ത് കോൺഗ്രസ് നേതാവാകുകയും ഒക്കെ ചെയ്ത ഒരു പേരുകേട്ട കോൺഗ്രസ് പ്രവർത്തക പെട്ടെന്ന് പിണറായി വിജയൻ്റെ മുന്നണിയിൽ, പിണറായി വിജയൻ്റെ പാർട്ടിയോട് സഹാനുഭൂതി കൊണ്ട് ആ മുന്നണിയിൽ ചേരുകയും അവർ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർപേഴ്സൺ ആകുകയൊക്കെ ചെയ്തു. കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഔദ്യോഗിക പദവി അവർക്ക് കിട്ടി. അതിനുശേഷം അവർ ഉറച്ച ഒരു ഇടതുപക്ഷ സഹയാത്രികയാണ്. CPMൽ അവർ അംഗമായിട്ടുണ്ടോയെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. കാരണം അങ്ങനെയാണെങ്കിൽ കൊല്ലം സമ്മേളനത്തിൽ ശോഭന ജോർജിൻ്റെ സാന്നിധ്യം നമ്മൾ അറിയാം. അങ്ങനെയൊന്നും കണ്ടില്ല. അതൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവർ ഒരു പിണറായി ഭക്തയും കൂടിയാണ്. ആറ്റുകാൽ അമ്മയുടെ മാത്രമല്ല, മൂകാംബിക ദേവിയുടെയും മാത്രമല്ല, പിണറായിയുടെയും ഭക്തയാണ് ശോഭന ജോർജ്. ശോഭന ജോർജിൻ്റെ ഭക്തി പാരവശ്യം ഇവിടെ അവസാനിക്കുമോ? അവർ നേരത്തെ കോൺഗ്രസ്സിൽ ആരുടെയൊക്കെ ഭക്തയായിരുന്നു, അതിനു മുമ്പ് കേരള കോൺഗ്രസ്സിൽ വല്ലവരുടെയും ഭക്തയായിരുന്നോ എന്നൊക്കെയുള്ള ചരിത്രം ആളുകൾ അന്വേഷിക്കാൻ കാരണമാകും. നിലവിൽ അവർ പിണറായി വിജയൻ്റെ ഒരു ബ്ലൈൻഡ് ഫോളോവറാണ്. ശരി, ഇത്തരത്തിൽ ഈ പിണറായി വിജയനെയൊക്കെ ഇങ്ങനെ പൊങ്കാലയിട്ട് ഇങ്ങനെ സൂചിപ്പിക്കുന്ന ഞാൻ മുഖ്യമന്ത്രിയുടെ ആരോഗ്യത്തിന്, പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല പോലും ഞെട്ടിയിട്ടുണ്ടാകും. ഞാൻ പോലും ചെയ്യാത്ത കാര്യം ശോഭന ജോർജ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കമല മാഡം വരെ ഞെട്ടാൻ സാധ്യതയുണ്ട്. ആറ്റുകാലമ്മ ചിലപ്പോൾ അതിലും വലുതായിട്ട് ഞെട്ടിക്കാണും. ഇവർക്ക് ഇത് എന്തിൻ്റെ കേടാണെന്ന് ചോദിച്ചിട്ട് ഞെട്ടാൻ സാധ്യതയുണ്ട്. അല്ല, പിണറായിയുടെ സഹധർമ്മിണി കമലയ്ക്ക് ഇത് ചെയ്യാൻ ഒരു പൊങ്കാലയിടാൻ ആറ്റുകാലിൽ നിന്ന് പോയിരുന്നെങ്കിൽ ആ വാർത്തയ്ക്ക് വേറെ മാനം വരും. നമുക്കറിയാം, പൂമൂടൽ, പിണറായിയുടെ ഭാര്യ പൂമൂടൽ ചടങ്ങിന് പോയ കഥ ഇനിയും ആരും മറന്നിട്ടില്ല. അപ്പോൾ ആ തരത്തിൽ അത് വേറെ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും എന്നിരിക്കെ ഒരുപക്ഷെ പിണറായിയുടെ ആയുസ്സും ആരോഗ്യവും
ശോഭന ജോർജിന് മാത്രമല്ല, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ പാർട്ടിയിലെ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും എല്ലാം ഒരുപോലെ താല്പര്യവും ഉത്കണ്ഠയുമുള്ള വിഷയമാണ്. അദ്ദേഹത്തിന് എന്തോ കാര്യമായി രോഗമുള്ളത് കൊണ്ടാണല്ലോ കൂടെ അമേരിക്കയിൽ ചികിത്സയ്ക്കൊക്കെ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും ദീർഘായുസ്സും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കുള്ള ഒരു ഉത്കണ്ഠയാണ്. അപ്പോൾ അതിന് ശോഭന ആ മനോവികാരം, ഭക്തരുടെ മനോവികാരം മനസ്സിലാക്കി ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ച ഒരു ബുദ്ധിമതിയാണ്. അല്ല, നമുക്കിപ്പോൾ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷുണ്ട്, നിരവധി പേർ, പി ജയരാജൻ, ഇപ്പോൾ പാർട്ടിയിൽ നിന്നൊക്കെ ഒരു ബന്ധമില്ലാതെ പുറത്താക്കപ്പെട്ട ഒരാൾ കൂടിയായി പി ജയരാജൻ, ഇപ്പോൾ ഇന്ത്യക്ക് തെറി വിളിച്ച ചിറ്റപ്പൻ ഒക്കെ നമുക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവരോട് ആരോടും തോന്നാത്ത ഒരു അനുകമ്പയും സ്നേഹവും ഒക്കെ പെട്ടെന്ന് തോന്നിയത് അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഉദ്ദേശവും ശോഭന ജോർജിനുണ്ടാകുമോ? പിന്നെ ശോഭന ജോർജ് ഒരു നിസ്വാർത്ഥ രാഷ്ട്രീയ പ്രവർത്തക നേതാവൊന്നുമല്ല. അവർക്ക് ഒരുപാട് അംബിഷനുള്ള ലേഡി തന്നെയാണ്. അവർ കോൺഗ്രസ്സിലായിരിക്കുമ്പോഴും അവർ ആ അംബിഷനോടുകൂടി അതിനകത്ത് പ്രബല ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിലപാടെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത നേതാവാണ്. ശോഭന ജോർജ് ഇടതു മുന്നണി നിൽക്കുമ്പോൾ അവർ അവിടെ അതിൻ്റെ ശ്രേയസ്സും ഭാവിയുമൊക്കെ വെച്ചുകൊണ്ട് കാൽക്കുലേഷൻ നടത്തും. അവർക്ക് ഇപ്പോൾ വീണ ജോർജിന് മാത്രമല്ല, ശോഭന ജോർജിനും ഒരു സീറ്റ് സെൻട്രൽ കേരളയിൽ ലഭിക്കാൻ എളുപ്പമാണ്. അങ്ങനെ ജയിച്ചു വരികയാണെങ്കിൽ അവർ എന്തുകൊണ്ടൊരു മന്ത്രി ആയിക്കൂടാ? കോൺഗ്രസ്സിലൂടെ ഒരു മന്ത്രിയാകാനുള്ള അവരുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോഴാണല്ലോ അവർ മുന്നണി മാറ്റം പോലും പാർട്ടി മാറിയത്. അപ്പോൾ ശോഭന ജോർജ് എന്തുകൊണ്ട് അങ്ങനെ ഒരു അവസരം അവർക്ക് ലഭിക്കുകയാണെങ്കിൽ അതിന് ശ്രമിക്കുന്നതിൻ്റെ ഒരു തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. എത്രയായി സന്ദീപ് ഏട്ടാ? ആണോ? അപ്പോൾ ശോഭന ജോർജിൻ്റെ ഭാവി ഭദ്രമാക്കുന്നതോടൊപ്പം ഇടതു മുന്നണിയുടെയും കൂടെ ശ്രേയസ്സിന് വേണ്ടിയാണ് പൂജയും പ്രാർത്ഥനയും ഒക്കെ നടത്തുന്നത്. ഇപ്പോൾ ഇടതു മുന്നണിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും ദൈവങ്ങളൊന്നും നിഷിദ്ധമല്ല. അവർ കൊല്ലം സമ്മേളനം കഴിഞ്ഞപ്പോൾ ഇതുവരെയും പതുക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അവർ ഓപ്പണായിട്ട് പറയുന്നു. അതൊരു മുതലാളിത്ത പാർട്ടിയാണ്. അവർ പണ്ട് പറഞ്ഞ ദഹനക്കേട് ഉയർത്തിയ വിപ്ലവ സ്വഭാവമല്ല അവർ കളഞ്ഞു. റെവല്യൂഷൻ മാറ്റിയിട്ട് അവർ ക്യാപിറ്റലിസം സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഒരാൾ പറയുന്നുണ്ട്, ടെങ് സിയാവോപിങ് പൂച്ച കറുത്തതോ വെളുത്തതോ ഒന്നും നോക്കുന്നില്ല, ഏതായാലും എലിയെ പിടിച്ചാൽ മതി എന്നതാണ് നയം. എന്ന് പറഞ്ഞാൽ ചൈന പാതയിലേക്ക് പാർട്ടി പോകുന്നു എന്നാണ്. അപ്പോൾ ടെങ് സിയാവോപിങ് വന്നതിന് ശേഷമാണ് ചൈന മാർക്കറ്റ് എക്കോണമിയെ ആലിംഗനം ചെയ്യാൻ തുടങ്ങിയത്. മുതലാളിത്തത്തിലേക്കുള്ള ഒരു തുറന്നു പറച്ചിലും പ്രവേശനവുമായിരുന്നു അത്, ഈ പൂച്ച സിദ്ധാന്തം. അപ്പോൾ പൂച്ച സിദ്ധാന്തം ഇപ്പം കേരളത്തിലെ മാർക്സിസ്റ്റ് വക്താക്കൾ ഉദ്ധരിക്കുകയും ആവർത്തിക്കുകയും ഊന്നിപ്പറയുകയൊക്കെ ചെയ്യുന്നത് വഴി കേരളത്തിലെ CPM ഇപ്പോൾ സമത്വ സിദ്ധാന്തവും സോഷ്യലിസവും എല്ലാം കളഞ്ഞു. അവർ മുതലാളിത്ത പാതയിലേക്ക് പോവുകയാണ്. മുതലാളിത്തം, പ്രൈവറ്റൈസേഷൻ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളെയാണ് അവർ താലോലിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. അതാണ് അവരുടെ നയം. പാർട്ടി മറ്റൊരു മുതലാളിത്ത പ്രസ്ഥാനമാണ്.